ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മൈ ഫസ്റ്റ് നീറ്റ് സ്റ്റഡി വ്ലോഗാണിന്ന്. ഇത് ഞാൻ 19-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഫസ്റ്റ് ഡേ അല്ലേ, ആദ്യമായിട്ട് തുടങ്ങുമല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഭാഗമാണ് എടുത്തത്. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ, ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് എടുത്തത്. അത് ഞാൻ എക്സാമിന് ബാച്ചിൽ ആ ചാപ്റ്റർ നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റൊക്കെ. അപ്പോൾ സൈലത്തിൻ്റെ നീറ്റിൻ്റെ ക്ലാസ്സൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചാപ്റ്റർ സെറ്റായി. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് പോളിലും അതുപോലെ തന്നെ വീഡിയോസിലും ഒക്കെ കുറച്ച് പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു +1 പറ്റിയിട്ട് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇട്ടോ. എന്തെങ്കിലും അങ്ങനെ ചോദിക്കാനോ +1 പറ്റിയിട്ട് എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇട്ടോളൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഈ കമൻ്റ് ഇട്ടോളാൻ പറയുന്നത് എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ടല്ല കേട്ടോ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈയും കൊടുക്കാറുള്ളൂ, വീഡിയോയിലൂടെയും പറയാറുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കമൻ്റ് ഇടുന്നതിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ SSLC റിസൾട്ട് കഴിഞ്ഞിട്ട് +1 കയറാൻ നിൽക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഒരുപാട് സംശയം കാണും, കാരണം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കമൻ്റ് ഇട്ടോളം പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിലൂടെ ഷെയർ ചെയ്യത്തുള്ളൂ. പിന്നെ സൈലത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈലത്തിൻ്റെ ബാച്ചിൻ്റെ കാര്യം. എനിക്ക് സൈലത്തിൻ്റെ ബാച്ചിനെ പറ്റി അറിയത്തില്ല. എനിക്ക് എക്സാമിനർ ഇപ്പം ഞാൻ അതിലുള്ളതുകൊണ്ട് എക്സാമിനറിനെ പറ്റി ഏകദേശം അറിയാം. എഡ്യൂപോർട്ടിൽ ഞാൻ ലാസ്റ്റ് 2 മാസം ഒരു ബൂസ്റ്റർ ബാച്ച്, അവർ റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും ചേർന്നിട്ടുണ്ടായിരുന്നു +1 വെച്ച്. അതുകൊണ്ട് അതിൻ്റെ കാര്യം ഏകദേശം അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ റിപ്ലൈ വലുതായിട്ട് കൊടുക്കാത്തത്. കാരണം എക്സാമിനറിനെ എഡ്യൂപോർട്ടിനെ പറ്റി അല്ലാതെ സൈലത്തിനെ പറ്റി എനിക്കറിയത്തില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കമൻറ്റിലൂടെ ആയാലും വീഡിയോയിലൂടെ ആയാലും ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് കാണും, കാരണം എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള സോഴ്സുകളും കുറവാണ്, ആരോട് ചോദിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറേ പേര് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ പറയും, പക്ഷേ കുറച്ച് പേര് ഈസി ആണെന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. എനിക്ക് ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും +1 പറ്റി സയൻസിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, ഞാൻ എടുത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ യൂട്യൂബ് നോക്കിയ ഒരു 1 ഷോട്ട് ലൈവ് ഉണ്ടായിരുന്നു ദിൽഷാ മിസ്സിൻ്റെ, അതും കണ്ടപ്പോൾ ആ ചാപ്റ്റർ സെറ്റായി. പിന്നീട് ഇത് കണ്ടോ, ഞാൻ ഒരു വെളുത്ത റോസ് പൂവൊക്കെ കാണിച്ചേക്കുന്നത്. ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ വീട്ടിലല്ല, ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലാണ്. ഇവിടെ ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് ഇവിടെ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു രാവിലെ കാണാൻ, നിറച്ച് പൂവ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നീട് ഞാൻ എടുത്തത് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ഞാൻ എക്സാമിനറിൻ്റെ ആ ഒരു ബാച്ചിൽ അവർ തന്ന നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ആ നോട്ട്സ് എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഓക്കെ ആയി. ഞാൻ നീറ്റിൻ്റെ ബേസ് ചെയ്ത് ഇന്ന് പഠിച്ചത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ബോട്ടണിയുടെ ചാപ്റ്റർ മാത്രമേ നീറ്റ് ബേസ് ചെയ്തിട്ട് ഇന്ന് പഠിച്ചിട്ടുള്ളൂ. തുടക്കമായതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഇതിലോട്ട് പോയില്ല, ഒരുപാട് എടുക്കാമെന്ന് വിചാരിച്ചില്ല. ജസ്റ്റ് തുടങ്ങി ഇച്ചിരി വീതം തുടങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.